ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആൻഡ് ക്വിക്ക് റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒരു ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. മുഹമ്മദ് ഇക്ബാൽ ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ നാടൻ ബീഫ് കറി. ഉഷാറായെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. റെസിപ്പീസ് വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ഫോട്ടോ എടുക്കൂ, എനിക്ക് ഇമെയിൽ അയക്കൂ. ആൻഡ് ഈ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടി റെസിപ്പിയാണ്. അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടിയത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ്. വളരെ സിമ്പിളാണ്. ഒരുപാട് പേർക്ക് ഇത് അറിയാം. അറിയാത്തവർക്കാണ് കേട്ടോ ഈ റെസിപ്പി. ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നല്ല സിമ്പിളായിട്ട് നല്ല രസമുള്ള രുചിയോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് വരട്ടിയാണിത്. ഒരു ചീനച്ചട്ടിയിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് അത് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ അച്ചിങ്ങ പയർ കഴുകി വൃത്തിയാക്കി 500 ഗ്രാംസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 2 കുഞ്ഞു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1-1.5 ടീസ്പൂണോ നല്ല എരിവുള്ള മുളക് പൊടി, നമ്മുടെ പിരിയമുളക് പൊടി അല്ല ഇതിന് നല്ലത്, കുറച്ച് ആ എരിവുള്ളത് തന്നെയാണ് നല്ലത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായി മിക്സ് ആവണ വരെ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇനി ഒരു ശകലം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് തീ കൂട്ടി അതൊന്ന് തിളക്കിനെ കാണുമ്പോൾ മൂടി വെച്ച് തീയും കുറച്ച് 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, നമ്മുടെ പാകത്തിന് ആ പയർ വേകുന്ന വരെ. പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നീക്കി കൊടുത്തിട്ട് ആ എണ്ണ തെളിഞ്ഞു വരുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണിത്. ഇതിപ്പോൾ വേണമെങ്കിൽ വേറെ ഫ്രൈങ് പാനിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ തന്നെയാണ് ചെയ്യാറ്. ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ഒന്ന് ക്രിസ്പ് ആവണ വരെയും നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങാക്കൊത്തും അച്ചിങ്ങാപ്പയറും ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. 1 മിനിറ്റ് വരെ തീ കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യണം. കൂടുതൽ കുക്ക് ചെയ്യേണ്ട, നമ്മുടെ പയർ വെന്ത് പോകും. നല്ല ഉള്ളിയും നല്ല മുളക് പൊടിയും ആ തേങ്ങാക്കൊത്തൊക്കെ ഉള്ള കാരണം ഈ അച്ചിങ്ങപ്പയർ നല്ല രസമാണ്. ചോറിൻ്റെ കൂടി കൂട്ടി കഴിച്ച് നോക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.